കോഴിക്കോട് രാമനാട്ടുകരയിൽ പെയിന്റ് കടയ്ക്ക് തീപിടിച്ചെന്ന വാർത്ത വരുന്നു. രാമനാട്ടുകര എയർപോർട്ട് റോഡിലെ പെയിന്റ് കടയിലാണ് തീപിടുത്തം. അഗ്നിശമന സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. വിശദാംശമായി ഷഹദ്, പെയിന്റ് കടയുടെ ഉള്ളിൽ തീ നന്നായി ആളിപ്പടർന്നിട്ടുണ്ടെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പുകച്ചുരുളുകൾ ഉയരുന്നുമുണ്ട്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. തീർച്ചയായും വിനീത, ഉച്ചയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. രാമനാട്ടുകര എയർപോർട്ട് റോഡിലാണ് ഈ കടയുള്ളത്. ഈ കടയുടെ 2 നിലയിൽ, അതായത് താഴത്തെ നിലയിലാണ് ആദ്യഘട്ടത്തിൽ തീ പടർന്നിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും പെയിന്റും അതുമായി അനുബന്ധ ഉൽപ്പന്നങ്ങളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ തീ ആളിക്കത്തും. അങ്ങനെ താഴത്തെ നിലയിൽ വലിയ രീതിയിൽ തീ ഉയർന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി. അതിനു മുൻപ് നാട്ടുകാരുടെ നേതൃത്വത്തിലും അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻചന്തയിൽ നിന്ന്, അത് കോഴിക്കോട് മീൻചന്തയിൽ നിന്ന് ഫയർ സംഘം അവിടെ എത്തുന്നു. പിന്നീട് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 3 യൂണിറ്റ് ഫയറാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത്. താഴത്തെ നിലയിൽ ആദ്യം കത്തുന്നു. പിന്നീട് ഈ തീ അണയ്ക്കുന്ന മുറയ്ക്ക് മുകളിലത്തെ നിലയിലേക്ക് ഈ തീ ആളിക്കത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ കടയുടെ ചുറ്റുപാടിലും നിരവധി കടകളുണ്ട്. പക്ഷേ താഴത്തെ നിലയിലെ തീ അണച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പുകയാണ് ഇപ്പോൾ ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫയർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സാവധാനമേ അത് കെടുകയുള്ളൂ, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം പെയിന്റും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുമാണ് അതിനുള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ സാവധാനമേ ഇത് കെടുകയുള്ളൂ, പുക ഉയരും എന്ന കാര്യം എന്തായാലും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ആ പ്രദേശത്ത് മറ്റ് കടകളിൽ നിന്നും കാര്യമായിട്ട് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഈ കടയുടെ താഴത്തെ നില അത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിലേക്ക് തീ ആളി പടർന്നിട്ടുണ്ട്. ആ തീ അണയ്ക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന വിവരമാണ് ഇപ്പോൾ ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്തത്.